2 ജനുവരി ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയ ഏതാണെന്ന് നോക്കാം നമുക്ക്. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി നിഫ്റ്റിയിൽ 23,678 താഴെയാണ്. 23,678 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നാളത്തെ ദിവസം ആദ്യം ഈ ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനിയല്ല മാർക്കറ്റ് നാളെ 23,915 മുകളിലേക്കാണ് ആദ്യം പോകുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് താഴേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. പ്രീവിയസ് ഡേയിൽ ഇന്നലത്തെ ലിക്വിഡിറ്റി ഏരിയാസൊക്കെ മാർക്ക് ചെയ്തിട്ട് ട്രേഡ് ചെയ്തിരുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ എന്നൊക്കെ എക്സാക്ട്ലി മാർക്കറ്റ് നന്നായിട്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയ ഈ ഒരു ഏരിയ കറക്റ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് മുകളിൽ താഴേക്ക് വന്നിട്ടുണ്ട്, മീൻസ് താഴെ നിന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അപ്സൈഡ് ലിക്വിഡിറ്റി ഇവിടെ ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് മാർക്കറ്റ് അത്യാവശ്യം വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് വലിയൊരു മൊമെൻറ്റം കിട്ടിയിട്ടില്ല. പക്ഷേ ബാക്കി 2 ഏരിയ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ എക്സാക്ട്ലി ടാപ്പ് ചെയ്തിട്ട് അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ വരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡൗൺ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത ഇവിടുന്ന് ഓൾമോസ്റ്റ് നിഫ്റ്റിയിൽ 258 പോയിൻറ്റ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു പ്രീവിയസ് ഡേൻ്റെ നമ്മളെ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ലെവൽസൊക്കെ മാർക്ക് ചെയ്യുന്ന വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ഒക്കെ ചെയ്യുക. വീഡിയോൻ്റെ റീച്ച് കൂട്ടാൻ അത് ഹെൽപ്പാവും. പിന്നെ അതുപോലെ ലിക്വിഡിറ്റി ഏരിയാസൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. ആദ്യമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഏരിയയിൽ നിന്ന് റിയാക്ഷനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആദ്യം പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് തുടങ്ങാം. ഓക്കെ. ഇനി ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ 50,971 താഴെയാണ്. ആദ്യം മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്കാണ് വരുന്നതെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യാം. അതല്ല 51,979 ഇതൊരു സിങ് ഹൈ ഏരിയയാണ്. പ്രോപ്പർ ഐഡിയക്സ് ഒന്നല്ലെങ്കിൽ കൂടെ ഒരു സിങ് ഹൈ ഏരിയയാണ്. ഈ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യും. ഇതാണ് നാളത്തെ ബാങ്ക് നിഫ്റ്റിയുടെ എൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. താങ്ക് യു.